കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്നും പഴയ പാതകളിൽ നോക്കി ചോദിച്ച് അതിൽ നടക്കുവിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാനായി കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളിൽ നോക്കി ചോദിച്ച് അതിൽ നടക്കുക. അപ്പം രണ്ട് ചിന്തകൾ അതിനകത്തുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയെക്കുറിച്ചാണ് അല്ലേ. അപ്പം ഏത് വഴിയാണ്, എങ്ങനെ എന്നുള്ള ചിന്തകൾക്കാണ് ഒരു മറുപടി ഇതിനകത്ത് പറയാം. ഒന്ന്, നല്ല വഴി ഏതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. 2, പഴയ പാതകൾ നോക്കണം. അപ്പോൾ ഈ നല്ലതാണ് പഴയത് എന്തുവാണ് എൻ്റെ അകത്തുള്ള ഒരു, നമുക്ക് ചിലപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യാൻ തക്കവണ്ണം ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുവാണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒന്ന്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമോ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലോ നടക്കുന്നതാണ് നല്ല വഴി. എന്താണ് ഈ പഴയ വഴി എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശം നോക്കി യാത്ര തിരിക്കുന്ന സമയങ്ങളിൽ, ഇല്ലെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ വന്ന ക്രമീകരണങ്ങളുണ്ട് ദൈവഹിതപ്രകാരം. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളായിട്ടുള്ളവർ നിങ്ങളത് ചിന്തിച്ച്, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ ആദ്യ വിശ്വാസത്തിൻ്റെ കാലഘട്ടങ്ങൾ അല്ലേ, ആദ്യമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന ഒരു 10 വർഷമായെങ്കിൽ ഇല്ലെങ്കിൽ ഒരു 20 വർഷമായെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു 1-2 വർഷം നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ. വളരെ കൃത്യതയോടുകൂടെ, വളരെ ദൈവഭയത്തോടുകൂടെ, ദൈവഹിതപ്രകാരം സ്തോത്രം. ഇന്ന് നമ്മൾ ചെയ്യുന്ന പലതും, ഇന്ന് നമ്മൾ പ്രൈസലോ കുഴപ്പമില്ല, അതൊന്നും തെറ്റായ കാര്യമല്ല എന്ന് പറയുന്ന പലരും അന്ന് ഈ വക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും അത് പാപമാണ്. ഒരു കാര്യം കൂടെ ഇറങ്ങി പറയാം. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്ന വിഷയത്തിൽ പോലും, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്താണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്നൊരു തോന്നൽ വന്ന് അതിലേക്ക് നമ്മൾ പോകാതിരിക്കും. പിന്നത്തിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അത് കടന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു തലം കഴിഞ്ഞപ്പോൾ, ക്രിസ്തീയ ജീവിതം മീൻസ് കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, അന്ന് പാപമെന്ന് കരുതിയതല്ല, അന്ന് തെറ്റെന്ന് ചിന്തിച്ചതോ പറഞ്ഞതോ ചെയ്യാതിരുന്നതോ അല്ല, ഇന്ന് അത് ചെയ്യുകയും അത് കുഴപ്പമില്ലെന്ന് പറയുകയും ചെയ്തൊരു തലമുണ്ട്. സ്തോത്രം. ഇവിടെയാണ് പഴയ പാതകളെ നോക്കി നടക്കാൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയങ്ങളിൽ നിങ്ങൾ സ്തോത്രം എങ്ങനെയാണോ ദൈവഹിതപ്രകാരം നടന്നത്, എങ്ങനെയാണോ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടന്നത്, ആ വഴിയിൽ നമ്മൾ നടക്കണം എന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പലപ്പോഴും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹം ഇത് നിവർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി അത് കുഴപ്പമില്ല, അത് സാരമില്ല. ഇപ്പം ചിലർക്ക് പറയാറില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ മുൻകൂർ ജാമ്യം പോലെ ചില വിഷയങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവഹിതമാണെങ്കിൽ അത് നടന്നാൽ മതി, ദൈവഹിതം അല്ലെങ്കിൽ നടക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ലോട്ടറി എടുക്കുന്നത് പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോടൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും, ഏത് വഴിയിലാണെങ്കിലും, ഏത് മൂവ്മെന്റ്സ് ആണെങ്കിലും ദൈവത്തിന് കൃത്യമായി അതിനകത്ത് ഇടപെടാൻ കഴിയും. അത് ശരിയോ തെറ്റോ, ഇല്ലെങ്കിൽ അത് നല്ലതോ ചീത്തയോ എന്നുള്ളത്, അത് നല്ല വഴിയാണോ അത് ചീത്ത വഴിയാണോ, അത് അരുതെന്നോ ഇല്ലെങ്കിൽ ചെയ്യാമെന്നോ പറയാൻ തക്കവണ്ണമുള്ള ഒരു ദൈവഹിതം ദൈവത്തിൻ്റെ ചിന്തകൾക്കകത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് വഴിയാണെങ്കിലും, നമ്മൾ മൂവ് ചെയ്യുന്ന ഏത് മേഖലയാണെങ്കിലും ദൈവത്തിന് അതിനകത്ത് യെസ് ഓർ നോ എന്നത് പറയാനുണ്ട്. നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ദൈവം പറയുന്ന യെസിനകത്ത് നമുക്ക് പലപ്പോഴും അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല, ദൈവം പറയുന്ന നോയും പലപ്പോഴും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ഒരു കാര്യത്തിൽ ഊവ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തോ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവശക്തനാണ്. അബ്രഹാം ആദ്യം കനാൻ ദേശം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഭംഗിയുള്ളതല്ല, അത് നന്മയുള്ളതല്ല. എന്നാൽ സ്തോത്രമല്ലെങ്കിൽ അത് പിന്നത്തേതിൽ അബ്രഹാമിനും അബ്രഹാമിൻ്റെ തലമുറയ്ക്കും അത് അനുഗ്രഹമായി മാറി. ലോത്ത്
തെരഞ്ഞെടുത്ത സോദോമും ഗൊമേറയും ആദ്യം സമൃദ്ധിയും ഭംഗിയും പുഷ്ടിയുമുള്ള സ്ഥലമായിരുന്നു. എന്നാൽ അത് പിന്നത്തേതിൽ ദൈവിക ന്യായവിധിയായ അഗ്നിക്ക് ഇരയായി മാറുവാൻ തക്കവണ്ണം ഇടവന്നു. ശ്രദ്ധിച്ചേ, അപ്പോൾ ദൈവം നല്ലതെന്ന് പറയുന്നതിനകത്ത് ഇന്നൊരു പക്ഷെ ശൂന്യമാണെങ്കിലും പിന്നത്തേതിൽ അത് നിനക്ക് അനുഗ്രഹമായി മാറും. എന്നാൽ ദൈവം നോ എന്ന് പറയുന്നതിനകത്ത് ഇന്നൊരു പക്ഷെ നമുക്ക് അനുഗ്രഹമെന്ന് തോന്നുക, ഇന്നൊരു പക്ഷെ നന്മയെന്ന് തോന്നുക, പിന്നത്തേതിൽ അത് ശാപത്തിനും ശൂന്യതയ്ക്കും കാരണമായി തീരുമെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക, പഴയ പാതകളിലേക്ക് ചെന്നതിൽ നടക്കുക. ദൈവം നമ്മുടെ മനസ്സിന് വിശ്രാമം കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.